morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാമത്തെ അധ്യായം 25-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങി പോകത്തില്ല. ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ നിർത്തിയിരിക്കുക. എന്റെ മുമ്പിൽ കർത്താവാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ മുമ്പിൽ പല വിഷയങ്ങളുണ്ട്. എന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ പല ചലഞ്ചുകളുണ്ട്, വെല്ലുവിളികളുണ്ട്. എനിക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പോലെ, അത് മുൻപോട്ടൊന്നും കാണാൻ കഴിയാത്ത പോലെ പല വിഷയങ്ങൾ മുമ്പിൽ നിൽക്കാം. പക്ഷേ അതിനേക്കാൾ വലിയവനായ കർത്താവിനെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുക. രണ്ട് വിധത്തില്. ഒന്ന്, കർത്താവാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എനിക്കൊരു വിഷയം വരുമ്പോൾ ഞാൻ ആദ്യം മുമ്പിൽ കാണുന്നത് കർത്താവിനെയാണ്. അതേപോലെ തന്നെ എന്റെ മുമ്പിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ എന്റെ മുമ്പിൽ ഞാൻ കാണുന്നത് ദൈവം എന്റെ മുമ്പിൽ നിൽപ്പുണ്ടെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ സാഹചര്യങ്ങളെ മുഴുവൻ താറുമാറാക്കുന്നത്, തകിടം മറിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മൾ കാണുന്ന വിധമാണ്. നമ്മൾ വിഷയങ്ങളെ വലുതായിട്ട് കാണുമ്പോൾ ആ വിഷയം നമ്മളെ വാഴാറുണ്ട്. എന്നാൽ കർത്താവിനെ വലുതായിട്ട് കാണുമ്പോൾ കർത്താവ് നമ്മളിൽ വാഴാറുണ്ട്. ഇത് വിഷയങ്ങളെ നമ്മുടെ വിഷയങ്ങളെ നമ്മൾ വലുതായിട്ട് കാണുമ്പോൾ വിഷയം നമ്മളിൽ വാഴും. എന്നാൽ കർത്താവിനെ വലുതായിട്ട് കാണുമ്പോൾ രണ്ട് കാര്യം. ഒന്ന്, കർത്താവ് നമ്മിൽ വാഴും. അവൻ നമ്മിൽ വാഴുന്നത് കൊണ്ട് തന്നെ നാം വിഷയങ്ങളെ വാഴാൻ തുടങ്ങും. കാരണം കർത്താവ് നമ്മളിൽ വരുമ്പോൾ നമ്മുടെ വിഷയത്തെക്കാൾ ദൈവം വലിയവനാകുന്നു എന്നുള്ളതല്ല, നാം വിഷയത്തെക്കാൾ വലിയവനായി. അതെ, കാരണം എന്താണെന്നറിയാമോ? നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിൽ നിങ്ങൾ ഹല്ലേലൂയ ആമേൻ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഓരോ മേഖലകളിലും കർത്താവിനെ മുമ്പിൽ കാണാമോ? സാഹചര്യങ്ങളെ മുമ്പിൽ കാണാതെ, അത് കണ്ട് പതറിപ്പോകാതെ, തളർന്നു പോകാതെ, സാഹചര്യങ്ങൾ നിങ്ങളെ ഞെരുക്കിക്കളയാൻ അവസരം കൊടുക്കാതെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തത നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ പറ്റുമോ? ദൈവത്തോടുള്ള കൂട്ടായ്മയെ നിങ്ങൾക്ക് വലുതായി കാണാൻ സാധിക്കുമോ? നിങ്ങളുടെ അവസ്ഥകൾ മാറിയിരിക്കും. നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരുമെന്നതിന് ഒരു സംശയവും വേണ്ട. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവപ്രവർത്തിക്കായി നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റുക. എല്ലാ വിഷയത്തിനും എല്ലാറ്റിനും മുമ്പിൽ കർത്താവിനെ കാണുക. നിങ്ങൾ കുലുങ്ങിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല. God bless you. Amen.